കൗൺസിലിംഗ് കോർണർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ജീവിതത്തിൽ ബന്ധങ്ങൾ എത്രത്തോളം അർത്ഥവത്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ബന്ധങ്ങളെ വളർത്തുന്നതിൽ ആശയവിനിമയത്തിനുള്ള പ്രാധാന്യവും നമുക്കറിയാവുന്നത് തന്നെ. പ്രത്യേകിച്ചും സംസാരങ്ങൾ, നല്ല രീതിയിലുള്ള സംസാരം കുടുംബങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് കുടുംബജീവിതം ഏറ്റവും മനോഹരമാകുന്നത്. ആശയവിനിമയമില്ലാത്ത ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കുകയില്ല. ഏകനായി ഒരു തുരുത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെയായിരിക്കും ആശയവിനിമയം നടത്താത്ത ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതുന്നത്. എത്രത്തോളം മാനസിക വിഷമം അങ്ങനെയുള്ള വ്യക്തികൾ അനുഭവിക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സംസാരിക്കുന്നതിൻ്റെ പ്രാധാന്യം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിക്കുക, വെറുതെ സംസാരിച്ചാൽ പോരാ, പോസിറ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമായിരിക്കണം കുടുംബങ്ങളിൽ നടക്കേണ്ടത്. അങ്ങനെ ആശയവിനിമയമില്ലാത്ത ഒരു കുടുംബത്തിലെ ഒരമ്മയുടെ പ്രശ്നവുമായി ഇന്നത്തെ കൗൺസിലിംഗ് കോർണർ ആരംഭിക്കുകയാണ്. ഈ പ്രശ്നത്തിന് നമ്മളെ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഫാദർ ജോസ് തച്ചിലച്ചനാണ്. മലാപ്പറമ്പ് കോഴിക്കോട് ആസ്ഥാനമായ ക്രൈസ്റ്റ് ഹാളിലെ സോഷ്യോ റിലീജിയസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ അച്ഛനാണ് തച്ചിലച്ചൻ. അച്ഛാ, സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ പ്രശ്നത്തിലേക്ക് നമുക്ക് കടക്കാം. 2 മക്കളുടെ അമ്മയായ ഒരു സ്ത്രീയുടെ കത്താണ്. ഈ അമ്മ വിധവയാണ്. ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണുള്ളത്. മകളെ വിവാഹം ചെയ്ത് അയച്ചു. നല്ല രീതിയിൽ ആ മകൾ ജീവിക്കുന്നു. മകൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന മരുമകൾ ആദ്യം മുതൽ തന്നെ അമ്മയും മകളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. മരുമകൾ തീരെ തന്നെ ഈ അമ്മയോട് സംസാരിക്കാറുമില്ല. അതിലൊക്കെ ഉപരിയായിട്ട് ഈ മരുമകൾ അവരുടെ കുട്ടികളെ എടുക്കാനോ അല്ലെങ്കിൽ അവരോട് അമ്മയൊന്ന് സംസാരിക്കാനോ പോലും അനുവദിക്കുന്നില്ല. അവർക്ക് 3ാമതായി ഇപ്പോൾ ഒരു കുഞ്ഞും കൂടി ഉണ്ടായി. വളരെ ചെറിയ കുട്ടിയാണ്, 6 മാസം കഷ്ടി പ്രായമാകുന്നതേ ഉള്ളൂ. ഈ കുഞ്ഞിനെ കാണുമ്പോൾ അമ്മയ്ക്ക് ഹൃദയം തകർന്നു പോകുന്ന ഒരവസ്ഥ വരികയാണ്. കാരണം ഒരിക്കലും ആ കുഞ്ഞിനെ ഒന്ന് തൊടാനോ ഒന്ന് താലോലിക്കാനോ ഒന്നും ഈ മരുമകൾ സമ്മതിക്കുന്നില്ല. മകൻ ആദ്യമൊക്കെ അമ്മയോട് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് മകനും തീരെ അമ്മയോട് സംസാരിക്കുന്നില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തു പോയി ബന്ധുക്കളോടോ അയൽവാസികളോടോ ഒക്കെ സംസാരിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതുകൂടാതെ തന്നെ ഈ മരുമകൾ മകൻ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ അമ്മയെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കാറില്ല. ശരിക്കും അമ്മ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ഹസ്ബൻഡ് ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കി തന്ന ഈ ഡൈനിങ് ടേബിളിൽ ഒന്നിരിക്കാൻ പോലും, അവിടെ ഇരുന്ന് വയറ് നിറച്ചൊരു ഭക്ഷണം കഴിക്കാൻ പോലും എന്നെ അനുവദിക്കുന്നില്ല. വളരെ മനോവ്യഥയോട് കൂടിയിട്ട് എഴുതിയിരിക്കുന്ന ഈ അമ്മയ്ക്ക് എന്താണ് അച്ഛാ നമുക്കൊരു സഹായം നിർദ്ദേശിക്കാനുള്ളത്? ഡാർലിൻ, ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും നിഷ്ഠൂരമായ മുഖമാണിത്. ഇതൊരമ്മയുടെ കഥയല്ല. കുറേയേറെ അമ്മമാരുടെ, കുറേയേറെ അപ്പച്ചന്മാരുടെ, അച്ഛന്മാരുടെ കഥ കൂടിയാണിത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അടുത്തയിടെ ഒരു ബോർഡ് കണ്ടു. അനാഥാലയത്തിൻ്റെ ബോർഡാണ്. പാവപ്പെട്ട കുട്ടികളുടെയും പണക്കാർ മക്കളുള്ള മാതാപിതാക്കളുടെയും ഇടം അനാഥാലയം. എവിടെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ബോർഡ് കണ്ടായിരുന്നു. ഇത് നമ്മുടെ കേരളത്തിൻ്റെയും ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെയും ഏറ്റവും വലിയ കഠിനതരമായ കുറ്റത്തിൻ്റെ ഒരു കാഴ്ചയാണ്. ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് കാരണം കൊണ്ടായാലും ഒരു പക്ഷേ ഈ മക്കൾക്ക് പറയാൻ കാരണങ്ങളുണ്ടാവാം, എന്തുമായിക്കോട്ടെ, ഈ മക്കളെ ചലഞ്ച് ചെയ്യാനും അവരോട് മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കാനും ബന്ധുക്കളോ ഉത്തരവാദിത്വപ്പെട്ടവരോ തയ്യാറാവേണ്ടുന്ന ഒരാവശ്യമുണ്ട്. ഈ അമ്മയുടെ മനസ്സൊന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ. നിയമപരമായ സാധ്യതകളുണ്ട്, പക്ഷേ ആ സാധ്യതകളിലേക്ക് പോയാൽ ബന്ധം കൂടുതൽ ശിഥിലമാവും. ഒരു പക്ഷേ ഈ അമ്മയ്ക്ക് ആവതില്ലാത്ത ഒരു കാലഘട്ടത്തിൽ
അമ്മയെ നോക്കാൻ ആരും ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അത് അഭികാമ്യമല്ല. പക്ഷേ ഈ മക്കൾ തിരിച്ചറിയേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നതും ഇത്തരമൊരു അനുഭവമാണ് എന്ന് അവർ തിരിച്ചറിയണം. ഇന്ന് ഈ അമ്മ, നാളെ ഈ അപ്പച്ചനും ഈ അമ്മയും, മക്കള് ഇപ്പോഴത്തെ മക്കൾ. മക്കള് കാരണം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പറയുന്നത് കേട്ടിട്ടല്ലല്ലോ, കണ്ടാണ് പഠിക്കുക. അപ്പോൾ ആ കുഞ്ഞ് കാണുന്നത് ഇങ്ങനെ സ്വന്തം അമ്മയെ അകറ്റി നിർത്തുന്ന ഒരന്തരീക്ഷമാണ്, വെറുത്ത് മാറ്റി നിർത്തുന്ന ഒരന്തരീക്ഷമാണ്. ആ കുഞ്ഞ് പഠിക്കുന്നതും അതാണെന്ന് ഓർക്കുക. പണ്ട് അപ്പൂപ്പന് കൊടുത്ത പൊട്ടപ്പിഞ്ഞാണം കഴുകി വെച്ച മകൻ്റെ കഥ അത് വെറുമൊരു കഥയല്ല. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ സംഭവിക്കുന്ന ഒരു തുടർക്കഥയാണത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നാലും ഈ മകനും മകളും അത് തിരിച്ചറിഞ്ഞേ വയ്യൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അപ്പച്ചനും അമ്മച്ചിക്കും കൊടുക്കേണ്ട സ്നേഹം, അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്നേഹം, അവർ നാളേക്ക് വേണ്ടി അവർക്ക് തന്നെ കരുതി വയ്ക്കുന്ന സ്നേഹമാണ് മകനിലൂടെ. ഈ മകൻ കാണുകയാണ് അവൻ്റെ അപ്പച്ചൻ, അവൻ്റെ അമ്മച്ചി അമ്മാമ്മയെ പൊന്നുപോലെ നോക്കുന്നു എന്ന് വന്നാൽ അവൻ്റെ മനസ്സിൽ നന്മയുടെ ഒരു വിത്ത് വീഴും. സ്നേഹം എന്താണെന്ന് കുഞ്ഞ് മനസ്സിലാക്കും. സ്നേഹം എന്താണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ആഴപ്പെട്ട തിരിച്ചറിവ് ഈ കുഞ്ഞിന് ഇല്ലാതെ പോയാൽ അത് ഇവരുടെ തന്നെ കണ്ണുനീരിന് ഇടയാവും എന്നോർക്കണം. മറ്റൊരു കാര്യം, ഇത് ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ധാരാളം സ്നേഹം കിട്ടാവുന്ന, ധാരാളം കരുതൽ കിട്ടാവുന്ന, ധാരാളം ശാരീരികമായ സ്പർശം കിട്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ആശ്ലേഷണങ്ങളും കൊഞ്ചിക്കലും സ്നേഹം കിട്ടലും ഒക്കെ. അങ്ങനെ കിട്ടാവുന്ന ഒരു വലിയ സോഴ്സിനെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ മകനോ ഈ മകളോ, പ്രത്യേകിച്ച് ഈ വല്യമ്മയിൽ നിന്ന്. കാരണം അമ്മാമ്മമാരുടെ, അതായത് ഗ്രാൻഡ് പേരൻസിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രത ഒരു പ്രത്യേകമാണ്. അത് നഷ്ടപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന, അവരുടെ വളർച്ചയോട് ചെയ്യുന്ന വലിയൊരു അനീതിയാണ്. അവരും സ്നേഹമില്ലാത്തവരായിട്ട്, സ്നേഹം കിട്ടാത്തവരായിട്ട് വളരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൂടാതെ തന്നെ അവരിലുള്ള ഋണാത്മകമായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള കുറേയേറെ സ്വഭാവ പ്രത്യേകതകൾ രൂപപ്പെടാനും ഇതിടയാക്കും. കാരണം അപ്പച്ചനും അമ്മച്ചിക്കും ഇഷ്ടമില്ലാത്തൊരു ജന്മം എൻ്റെ വീട്ടിൽ, അപ്പോൾ എന്നോട് അവരെന്തെങ്കിലും എനിക്കിഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അവരെ ദ്രോഹിക്കുകയും അവരെ കല്ലെടുത്തെറിയുകയും അവരെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഈ കുട്ടി വളരുക. അത് ആഘോഷിക്കപ്പെടുകയും ചെയ്യും. കാരണം അമ്മാമ്മയെ സ്നേഹമില്ലാത്ത അപ്പച്ചനും അമ്മച്ചിയുമായതുകൊണ്ട് മകൻ്റെ പെരുമാറ്റത്തെ തിരുത്താനോ അല്ലെങ്കിൽ അതരുത് എന്ന് പറയാനോ അവർ മുതിരില്ല. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തെ ശരിക്ക് നശിപ്പിക്കുകയാണ് ഈ മാതാപിതാക്കൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ വല്യമ്മ എന്ന് പറയുന്നത് ഒത്തിരി സമയമുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് പ്രായമായി വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഈ അമ്മയുടെ സമയവും ആ അമ്മയുടെ കരുതലുമൊക്കെ ഈ മക്കൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് ഈ കൊച്ചുമകനെ നോക്കുന്ന കാര്യത്തിലൊക്കെ അതവർ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ, അല്ലെങ്കിൽ ഒരു സങ്കടകരമായ ഒരു വസ്തുതയല്ലേ അത് സമയം ഒരു വലിയ ഘടകമാണ് അതിൽ. കാരണം ഈ കുഞ്ഞിനെ അക്കമ്പനി ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയമുള്ളത് അമ്മാമ്മയ്ക്കാണ്. അത് സ്നേഹത്തോടെ കരുതലോടെ അക്കമ്പനി ചെയ്യാനായിട്ട്. അത് നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ അമ്മാമ്മയിൽ നിന്ന് കിട്ടാവുന്ന ചില മൂല്യങ്ങൾ നഷ്ടപ്പെടുക. കാരണം കുട്ടിക്കാലത്തെ കൊച്ചു കൊച്ചു കഥകളാണ് സ്വഭാവ രൂപവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറവിടം. ഈ അമ്മയുമായിട്ട് സംവേദിക്കപ്പെടാത്തത് കൊണ്ട് ആ ഒരു വലിയ ഇടം കൂടി ഈ കുഞ്ഞിന് നഷ്ടപ്പെടുകയാണ് എന്ന് ഓർക്കണം. അതുപോലെ മകൻ്റെ പെരുമാറ്റം, സാധാരണ നമ്മൾ പറയാറില്ലേ മരുമകൾ ഇന്നലെ വന്നവളാണ്. പക്ഷേ മകനോ ഒരു ജീവിതം മുഴുവനും താരാട്ടുപാടി വളർത്തിയെടുത്ത് അവനാക്കിയ അമ്മയെയും അപ്പനെയുമാണ് ഇങ്ങനെ
ഇങ്ങനെ പെരുമാറുന്നത് എന്നോർക്കണം. ശരിക്ക് മകനെ അവൻ്റെ ഉത്തരവാദിത്വങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കേണ്ടത് അതാര് ചെയ്യും നമുക്കറിയില്ല. പക്ഷേ ആരെങ്കിലും അത് ചെയ്തേ വയ്യൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ മാതാപിതാക്കൾ തൻ്റെ മുതിർന്ന വീട്ടിലെ അപ്പച്ചനോടും അമ്മച്ചിയോടുമൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് എന്നറിയുക. കാരണം അവരൊരു പക്ഷേ ഒരുവിധം നന്നായിട്ട് പെരുമാറുന്നുണ്ടാവാം. പക്ഷേ അവർക്കും ചില ഇടങ്ങളിലും സമയങ്ങളിലും എത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ ഒരു നിഷ്ഠൂരതയുടെ മുഖമാണ് ഇത്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ അമ്മച്ചിയുടെ ഭാഗത്തുനിന്ന് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും? നമുക്കറിയാലോ, നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നമ്മളെ മാറ്റാൻ പറ്റും, സ്വയം മാറ്റാൻ സാധിക്കും. അങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് ഒരു ശ്രമം ഈ അമ്മച്ചിക്ക് നടത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു വശം. NLP പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്വമാണ് പറയുന്ന കാര്യങ്ങൾ മറ്റേയാളെ മനസ്സിലാക്കിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു മട്ടിൽ അല്ലെങ്കിൽ മറ്റൊരു മട്ടിൽ മാറി മാറി ശ്രമിച്ച് അത് സാധിക്കണം എന്ന് പറയും. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് പറയുന്ന കാര്യം അതാണ്. ഈ അമ്മച്ചിയുടെ ചില രീതികൾ ഈ മകനിലേക്കും മകളിലേക്കും പകരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ അമ്മച്ചിയുടെ രീതികളിൽ ചെറിയ മാറ്റം വരുത്താൻ ഈ അമ്മച്ചിക്ക് സാധിക്കും. അങ്ങനെ മാറ്റി 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 അവസാനം ഇവർക്ക് കുറച്ചുകൂടി ഹിതകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഒരു പക്ഷേ ഈ അമ്മച്ചിക്ക് സാധിച്ചു എന്ന് വരും. അച്ഛൻ കരുതുന്നുണ്ടോ ഇതിന്? ഇപ്പം ഈ അമ്മ പ്രായമായിട്ടുള്ള ഒരു അമ്മയാണല്ലോ, അപ്പം അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ എങ്ങനെ വരുത്തണമെന്നുള്ള ഒരു ആരുടെയെങ്കിലും ഒരു എക്സ്റ്റേണൽ ഒരാളുടെ ഒരു സഹായം ഈ ഒരു സിറ്റുവേഷനിൽ അച്ഛൻ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും കൗൺസിലിംഗ് സഹായിക്കും. തീർച്ചയായിട്ടും. കാരണം കൗൺസിലിംഗ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് സാധ്യതകളെ പറ്റിയുള്ള അല്ലെങ്കിൽ പല സൊല്യൂഷൻസിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ശ്രമമാണല്ലോ. ഒരു പക്ഷേ അത് സഹായിച്ചെന്ന് വരും. ഒരു പക്ഷേ ഈ അമ്മച്ചിക്ക് തന്നെ അല്പമൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മറ്റ് ചില മാർഗങ്ങൾ തെളിഞ്ഞു വന്നു എന്നും വരാം. പിന്നെ ആത്യന്തികമായിട്ട് മറ്റൊരാൾ എന്നോട് പെരുമാറുന്നത് അല്ല എന്നെ നീതീകരിക്കുന്നത്. എൻ്റെ മനസ്സിലെന്താണ്, ഞാൻ എങ്ങനെ മറ്റൊരാളോട് പെരുമാറുന്നു എന്നുള്ളതാണ്. ലോകം മുഴുവനും എതിരായാലും അവരെ തീവ്രമായിട്ട് സ്നേഹിക്കാൻ ഈ അമ്മച്ചിക്ക് സാധിച്ചാൽ, ഈ സങ്കടങ്ങളും വ്യഥകളും തമ്പുരാന് കൊടുത്തിട്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ, ഒരു പക്ഷേ അമ്മച്ചി അറിയാത്ത നിമിഷത്തിൽ ഒരു മഹാ അത്ഭുതം സംഭവിച്ചെന്ന് വരും. കാരണം സ്നേഹത്തെ തടുത്തു നിർത്താൻ ഈ ലോകത്തിൽ ഒരു ശത്രുതയ്ക്കും ശക്തിയില്ല, ഒരു മതിലിനും അതിനെ തടഞ്ഞു നിർത്താൻ കരുത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ വെറുതെ സ്നേഹിച്ച് തുടങ്ങട്ടെ. എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്, വളരെ വളരെ കഷ്ടപ്പെടണം. എങ്കിലും എന്നോട് ഇങ്ങനെ പെരുമാറുന്ന ഈ മകളെ ഈശ്വരന് കൊടുക്കുക, ഈശ്വരനിൽ സമർപ്പിക്കുക. അവരുടെ ഏതെങ്കിലുമൊക്കെ നന്മകളെ തിരിച്ചറിഞ്ഞിട്ട് അതിന് ഈശ്വരനോട് നന്ദി പറയുക. അല്ലെങ്കിൽ ഇവരോട് കാണിക്കുന്ന ചില കൊച്ചു കൊച്ചു സുഹൃതങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതിന് അവരോട് നന്ദി പറയുക. എന്നോട് എങ്ങനെ പെരുമാറിയാലും എനിക്കിവരെ ഇഷ്ടമാണ് എന്ന് അവർക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ, ഒരു പക്ഷേ അവരുടെ ഹൃദയം തുറന്നു എന്ന് തന്നെ വരില്ല, എങ്കിൽ പോലും ആത്യന്തികമായിട്ട് എനിക്കിവരെ ഇഷ്ടമാണ് ഒരു സമീപനം കൊടുക്കാൻ സാധിച്ചാൽ വലിയ മാറ്റങ്ങളുണ്ടാവും. കാരണം നമുക്ക് ഈ മക്കളെ ഇങ്ങനെയൊരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അമ്മച്ചി ഇങ്ങനെ ഒരു താല്പര്യം കാണിച്ച നിലയ്ക്ക് അമ്മച്ചിക്കായിരിക്കും ഒരു പക്ഷെ മാറാൻ കൂടുതൽ സാധ്യതയുള്ളതും കൂടുതൽ എളുപ്പമുള്ളതും. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. വളരെ സങ്കീർണമായിട്ടുള്ള എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് അച്ഛൻ വിശദമായിട്ട് നമ്മളോട് സംസാരിച്ചത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ ചുറ്റുവട്ടം ധാരാളം കുടുംബങ്ങളിൽ ഇങ്ങനെ വേദന അനുഭവിക്കുന്ന, നീർ കഴിയുന്ന അമ്മമാരെ, അച്ഛന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടേതായിട്ടുള്ള ചില സമീപന രീതികളിലെ, ചില പെരുമാറ്റങ്ങളിലെ, ചില സംസാരങ്ങളിലെ ഒക്കെ പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു അനുഭവം അവർക്കുണ്ടാകുന്നത്. പക്ഷേ അതിനെ യുവതലമുറ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് അച്ഛൻ വളരെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നു.
മാതാപിതാക്കൾ അവരുടെ സ്വഭാവം മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രയാസമായിരിക്കാം. പക്ഷേ എങ്കിലും അവർക്കും ശ്രമിക്കാം. അതോടൊപ്പം തന്നെ യുവതലമുറയ്ക്ക് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള മാതാപിതാക്കൾ അവരുടെ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ മക്കളുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നല്ല വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ ഒരു വലിയ പങ്ക്, അവരുടെ സഹായം എത്രത്തോളം സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് തള്ളിക്കളഞ്ഞ് അവർ ജീവിക്കുന്നത് എന്നുള്ള ഒരു കാര്യവും അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. അച്ഛാ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ഉത്തരം, അച്ഛൻ പറഞ്ഞ പല വശങ്ങളെ പറ്റിയിട്ടുള്ള അച്ഛൻ്റെ മറുപടി വളരെ സഹായകമായി എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്, എന്തെങ്കിലും ഒരു സഹായം, ഒരു മറുപടി അർഹിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൗൺസിലിംഗ് കോർണർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് കത്തുകൾ മുഖേനയോ ഇമെയിലിലോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഈ പ്രോഗ്രാമിലേക്ക് ഇന്ന് നല്ല മറുപടിയുമായി ആനുകാലികമായിട്ടുള്ള ഈ വിഷയത്തിൽ ധാരാളം നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മളോട് സംസാരിച്ച തച്ചിലച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അച്ഛാ, നന്ദി. താങ്ക് യു.